എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ലാലേട്ടൻ തരുൺമൂർത്തി ശോഭന കോംബോയിലെത്തുന്ന തുടരുമെന്ന സിനിമ ഇന്ന് റിലീസാകുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ഷോ ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് ആരംഭിക്കുന്നത്. ഇപ്പോഴത്തെ തുടരും സിനിമയുടെ ഫൈനൽ കേരള പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് ഒക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടാണ്, അതായത് ജില്ല തിരിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 8000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ എമ്പുരാന് ശേഷം വളരെ പ്രതീക്ഷയുള്ള ഒരു ലാലേട്ടൻ ചിത്രം ഇന്ന് റിലീസാവുകയാണ്. റിലീസിന് 2 ദിവസങ്ങൾ ഉള്ളപ്പോൾ കേരളത്തിലടക്കം ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച ബുക്കിംഗ് ആണ് ഓരോ കേന്ദ്രത്തിലും കാണാൻ സാധിച്ചത്. ഇപ്പോഴത്തെ തുടരും സിനിമയുടെ കേരള പ്രീസെയിൽ ഡീറ്റെയിൽ കളക്ഷനിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്ത് ഇതുവരെ ട്രാക്ക് ചെയ്ത ഷോകളുടെ എണ്ണം എന്ന് പറയുന്നത് ആദ്യ ദിവസം 162 ഷോകളാണ്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 18,000-ൽ പരം പ്രേക്ഷകരെയാണ്. അവിടെ നിന്നത്തെ ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി എന്ന് പറയുന്നത് 38%. തിരുവനന്തപുരത്തെ തുടരും സിനിമയുടെ ആദ്യ ദിവസത്തെ ഗ്രോസ് കളക്ഷൻ, അഡ്വാൻസ് ഗ്രോസ് കളക്ഷൻ 34 ലക്ഷം രൂപയാണ്. ഇനി കൊല്ലത്തിലേക്ക് പോകുമ്പോൾ 83 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 10,000-ൽ പരം പ്രേക്ഷകരെ ട്രാക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ നിന്ന് ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 41%. ഗ്രോസ് കളക്ഷൻ അഡ്വാൻസിലൂടെ തുടരും സിനിമ കൊല്ലത്ത് നേടിയിരിക്കുന്നത് 16,27,000-ൽ പരം രൂപയാണ്. ഇനി പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ 22 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 2365 പ്രേക്ഷകരെയാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 42%. പത്തനംതിട്ടയിലെ അഡ്വാൻസ് ഗ്രോസ് കളക്ഷൻ ആദ്യ ദിവസം 4 ലക്ഷം കടന്നിരിക്കുന്നു. ഇനി ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ 54 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 7317 പ്രേക്ഷകരെയാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 36%. ഗ്രോസ് കളക്ഷൻ 12,10,000-ൽ പരം രൂപയാണ്. കോട്ടയത്തിലേക്ക് വരുമ്പോൾ 63 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 9363 പ്രേക്ഷകരെയാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 45%. ഗ്രോസ് കളക്ഷൻ 14 ലക്ഷം രൂപ കടന്നിരിക്കുന്നു. ഇടുക്കിയിലേക്ക് വരുമ്പോൾ 22 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 2435 പ്രേക്ഷകരെയാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 36%. ഗ്രോസ് കളക്ഷൻ 4 ലക്ഷം കടന്നിരിക്കുന്നു. ഇനി തുടരും സിനിമ ഏറ്റവും അധികം ആദ്യ ദിവസം ഷോ കൗണ്ടുകൾ കളിക്കുന്ന എറണാകുളത്തിലേക്ക് വരുമ്പോൾ 217 ഷോകളാണ് തുടരും ആദ്യ ദിവസം എറണാകുളത്ത് കളിക്കുന്നത്. ഏകദേശം ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 28,780-ൽ പരം പ്രേക്ഷകരെയാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 48%. ഗ്രോസ് കളക്ഷൻ 57 ലക്ഷം രൂപയും എറണാകുളത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തൃശ്ശൂരിലേക്ക് വരുമ്പോൾ 167 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 20,000-ൽ പരം പ്രേക്ഷകരെയാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 36%. ഗ്രോസ് കളക്ഷൻ 29 ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുകയാണ്. പാലക്കാടിലേക്ക് വരുമ്പോൾ 67 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 6,874 പ്രേക്ഷകരെയാണ്. 32% ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസിയിൽ 9 ലക്ഷം രൂപ ചിത്രം ഇതിനോടകം തന്നെ ഗ്രോസ് കളക്ഷനിലൂടെ പാലക്കാട് സ്വന്തമാക്കി. മലപ്പുറത്തിലേക്ക് വരുമ്പോൾ 112 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 10,000-ന് മുകളിലുള്ള പ്രേക്ഷകരെയാണ്. 31% ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി. ഗ്രോസ് കളക്ഷൻ 13 ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുന്നു. വയനാട്ടിലേക്ക് പോകുമ്പോൾ 18 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഗ്രോസ് കളക്ഷനിലൂടെ 1,70,000 രൂപ ചിത്രം ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1237 പ്രേക്ഷകരെയാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 31%. ഇനി കോഴിക്കോടിലേക്ക് വരുമ്പോൾ 113 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 11,000-ൽ പരം പ്രേക്ഷകരെയാണ്. കോഴിക്കോടിലെ ഇന്നത്തെ തുടരും സിനിമയുടെ ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 38%. ഗ്രോസ് കളക്ഷൻ 19 ലക്ഷം രൂപയും കടന്നിരിക്കുകയാണ്. ഇനി കണ്ണൂരിലേക്ക് വരുമ്പോൾ 66 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 8,880 പ്രേക്ഷകരെയാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 50% കഴിഞ്ഞിരിക്കുന്നു. ഗ്രോസ് കളക്ഷൻ 12 ലക്ഷം രൂപയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാസർഗോഡിലേക്ക് വരുമ്പോൾ 20 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 1,316 പ്രേക്ഷകരെ ഓഡിയൻസായി ട്രാക്ക് ചെയ്യുമ്പോൾ
ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 23%. കാസർഗോഡിലെ ഗ്രോസ് കളക്ഷൻ ആദ്യ ദിവസം 2 ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 1186 ഷോകളാണ് ഇതുവരെ ഫൈനലായി കേരള ബോക്സ് ഓഫീസിൽ ഷോ കൗണ്ടുകളായി ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,39,000 പരം പ്രേക്ഷകരെയാണ്. ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 30%. തുടരും സിനിമയുടെ ഫൈനൽ കേരള പ്രീസെയിൽ കളക്ഷൻ 2,32 ലക്ഷം രൂപയുമാണ് നേടിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ആഗോള പ്രീസെയിൽ കളക്ഷൻ 3,31 ലക്ഷം രൂപ പിന്നിട്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2025 ഏറ്റവും അധികം പ്രീസെയിൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രങ്ങളിൽ 2ാം സ്ഥാനത്ത് തുടരും എത്തിക്കഴിഞ്ഞു. എമ്പുരാനാണ് 1ാം സ്ഥാനത്തുള്ളത്. 3ാം സ്ഥാനത്തുള്ളത് മമ്മൂക്കയുടെ ബസൂക്കയാണ്. അപ്പോൾ ആരൊക്കെയാണ് ലാലേട്ടന്റെ തുടരുമെന്ന സിനിമ ഇന്ന് തിയേറ്ററിൽ പോയി കാണുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.